നമ്മുടെ യാത്രക്കിടയിൽ പല വ്യത്യസ്തമായ കാഴ്ചകൾ കാണും നമ്മൾ. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളിൽ എത്തിക്കുന്നത്. ഒരു ചേതക്കിന്റെ മുകളിൽ ഒരു പയ്യൻ വരികയാണ്, ഹെൽമെറ്റ് ഇട്ടിട്ടില്ല. നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 15 വയസ്സ്. 15 വയസ്സായിട്ടുള്ളൂ. അപ്പൊ എന്താ ഹെൽമെറ്റ് ഇല്ലാതെ നീ വണ്ടി ഓടിക്കണേ? വേണ്ട. അത് ശരി. നിന്നെ പോലീസ് പിടിച്ചിട്ടില്ല? അപ്പൊ പോലീസ് പിടിച്ചു. നീ ഇപ്പൊ എവിടെ വരുന്നത്? ഒറ്റപ്പാലത്ത് വരികയാണ്, ബൈക്കിന്റെ മുകളിൽ. അപ്പൊ ഇത് പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആണ്. ഈ സ്ഥലത്തിന് എന്താ പറയാ? പട്ടിപ്പറമ്പ്. പട്ടിപ്പറമ്പിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടുന്ന് ഇന്ന് എത്ര കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വരുന്നത്? ഈ 54 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടും പോലീസ് പിടിച്ചില്ല? പോലീസ് പിടിച്ചെന്ന്? എവിടുന്ന്? 3 വട്ടം പോലീസ് പിടിച്ചു. പോലീസ് ഒന്നും പറഞ്ഞില്ല? പറഞ്ഞില്ല അല്ലേ? ഒന്നും പറഞ്ഞില്ല. അല്ല, ഒരു വാണിംഗ് ഒന്നും തന്നില്ല? വാണിംഗ് പറഞ്ഞാ നീ പറഞ്ഞു എന്ത് ഇങ്ങനെയൊന്നും ഇങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് നീ പോലീസിന് എന്ത് കാണിച്ചു കൊടുത്തത്? നമ്മള് ബാക്ക് കാണിച്ചു കൊടുത്തത്. ബാക്ക് കാണിച്ചു കൊടുത്തപ്പോ പോലീസ് വെറുതെ ഇട്ടു അല്ലേ? ഭയങ്കര സംഭവം. അതാണ് ചേച്ചി ഇതാ ചിരിച്ചിട്ട് പോണൂല്ലേ? കണ്ട ശരിക്കൊന്നും ചിരി വരൂല്ലേ? മക്കളുടെ ഓരോന്ന് അവ പറയാ, അതെന്റെ കുട്ടിയാണേ. അവ പറയാ നോക്കാമ്പോ അവര് വണ്ടി കേൾക്കുന്നത്. അതെ, അത് കണ്ടപ്പോ ചിരി വന്നു. അത് കണ്ടപ്പോ ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ ഇങ്ങോട്ട് പാസ് ചെയ്താണ്. അപ്പൊ ഞാൻ വണ്ടി അവിടെ നിർത്തിച്ചിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഇവനെ. അപ്പോഴാണ് ഇവന് ഈ ഒരു ഇങ്ങനെ ഒരു വരവ് വരുന്നത്. അപ്പൊ ഞാൻ ആദ്യം വരുമ്പോ ആര് കാണുമ്പോഴും ഒരു ബൈക്കാണ് വരുന്നത്. പക്ഷെ ഇങ്ങനെ പാസ് ചെയ്തിട്ട് ഇങ്ങനെ പോയാ അത് സൈക്കിളാണ്. എത്ര കിലോമീറ്റർ യാത്ര ചെയ്തെന്ന് പറയുന്നത്? 54 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ഇന്ന് എവിടുന്നൊക്കെ പോലീസ് പിടിച്ചത്? ഇന്ന് ഒറ്റപ്പാലം, പിന്നെ ചെലാങ്ങോട്, ചെനക്കത്തൂര്, പിന്നെ തിരുവില്ലാമല. ഇവിടുന്നൊക്കെ പോലീസ് പിടിച്ചോ? പോലീസൊന്നും പറഞ്ഞില്ലല്ലേ? പോലീസൊന്നും പറഞ്ഞില്ല. ഒന്നും പറയുന്നില്ല അതല്ലേ? കണ്ടിട്ട് നിർത്തി ബാക്ക് നോക്കി പോയി വെറുതെ വിടാന് അല്ലേ? ശരി. അപ്പോ ഇതാണ് നമ്മുടെ പേരെന്താ? പേര് ചോദിക്കാൻ പറഞ്ഞു. ആദിത്ത്. അപ്പൊ ഇതാണ് ആദിത്യന്റെ സൈക്കിള്. ചേസൈ ഇവ പേരിട്ടുണ്ട് കേട്ടോ. പേരിട്ടിട്ടുണ്ട് ചേസൈ. ചേതക്കിന്റെ സൈക്കിളിന്റെ സൈ. അങ്ങനെ ചേസൈ. ഇനിയിപ്പോ എന്താണ് ഈ സൈക്കിളിന്റെ മുകളിൽ എവിടെയൊക്കെ യാത്ര ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ഓൾ ഇന്ത്യ പോകണമെന്നുണ്ട്. ഓൾ ഇന്ത്യ ഈ സൈക്കിളിന്റെ മുകളിൽ നീ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? പോണെങ്കിൽ മോട്ടർ വെക്കണമെന്നുണ്ട്. മോട്ടറിന് വെക്കാനുള്ളതായിട്ടില്ല നമ്മൾക്ക് പൈസ. അതെ, മോട്ടർ വെച്ച് നീ ഓൾ ഇന്ത്യ ട്രിപ്പ് പോവാണ് ഈ സൈക്കിളിന്റെ മുകളിൽ അല്ലേ? ഭയങ്കര സംഭവമല്ലോ. നീ ഭയങ്കര പുലിയാണല്ലോടാ. ഇത് എത്ര മാസമായി ഇത് ഉണ്ടാക്കിയിട്ട്? ഇത് ഇപ്പൊ 2 മാസം കഴിഞ്ഞു ഉണ്ടാക്കിയിട്ട്. 2 മാസം കഴിഞ്ഞു അല്ലേ? ശരി. ഇത് വഴി കൂടെ ഒക്കെ പോകുമ്പോ ആളുകളൊക്കെ നിർത്തി ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുക്കാറുണ്ടോ? എടുക്കാറുണ്ട്, ഇഷ്ടം പോലെ. അതെ. ചേസൈ ഞാനൊന്ന് ചവിട്ടി നോട്ടെ. ചേസൈ ഇതാ ഞാനൊന്ന് ചവിട്ടി നോക്കാം. ഇതെന്താ സംഭവം? സ്റ്റാൻഡ്. ആ മോളിലേക്ക് കയറ്റി വെച്ചിട്ടില്ലേ? ഇത് നീ തന്നെ നിർമ്മിച്ചതോ? നമ്മുടെ തന്നെ കണ്ടുകൊടുത്തോ? ബാക്കിൽ കിട്ടാ നോട്ടെ. സ്റ്റാൻഡായി. ആവശ്യം കഴിഞ്ഞാൽ മുകളിൽ തന്നെ ഇടാം അല്ലേ? ഓക്കെ, മുകളിൽ കിട്ടോ. അപ്പൊ ഇതിന്റെ മുകളിൽ മോട്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഇലക്ട്രിക് മോട്ടർ അല്ലേ? ഹോണൊക്കെ ഉണ്ടല്ലോ. ചാവി ഉണ്ട്, അത്യാവശ്യം വെള്ളം കുടിക്കാനുള്ള പരിപാടി. അതുപോലെ ഫോൺ വെക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് ചവിട്ടി നോക്കാം അല്ലേ? അപ്പൊ ഒന്ന് പോയി നോക്കാം. എന്റെ ടീഷർട്ടിന്റെ കളറിനല്ലോ. അപ്പൊ ആദ്യത്തെ നിന്റെ ചേസൈ ഭയങ്കര പൊളി കേട്ടോ. അതല്ല, നിനക്ക് ഇങ്ങനെ ഒരു പിന്നെ ചേസൈ അല്ലെങ്കിൽ ഈ ചേതക്കിന്റെ ഇങ്ങനെ ഒരു സൈക്കിൾ ഉണ്ടാക്കണമെന്ന് തോന്നാൻ കാരണം എന്താ? കാരണം തോന്നാൻ നമ്മള് ഇതിപ്പോ ചേതക്ക് വാങ്ങണമെന്ന് ആഗ്രഹം. പക്ഷെ വയസ്സ് ലൈസൻസ് ഒക്കെ ആയതുകൊണ്ട് അങ്ങനത്തെ ഉണ്ടാക്കി നോക്കി. അതല്ലേ? അതായത് ചേതക്ക് ബൈക്ക് ഓടിക്കണം എന്നായിരുന്നു നിന്റെ ആഗ്രഹം. പക്ഷെ അതിന്റെ വയസ്സ് നിയമം അനുവദിക്കാത്തതുകൊണ്ട് നീ ഇങ്ങനെ ഉണ്ടാക്കിയാണോ? അങ്ങനെ ഉണ്ടാക്കിയത്. അപ്പൊ നീ ഇനി ഒരു ബൈക്ക് വാങ്ങിക്കണേ, ആദ്യത്തെ ബൈക്ക് നീ ഏത് വാങ്ങിക്കുക? ചേതക്കന്നെ. ഒരു സംശയമില്ല. ഈ ചേതക്കിനോട് ഇത്ര ഒരു ഇഷ്ടം തോന്നാൻ കാരണം എന്താ? ഇഷ്ടം തോന്നാൻ കാരണം പണ്ടൊക്കെ അച്ഛന്റെ വിളിച്ചിന്റെ ഒക്കെ ഉണ്ടായി. അപ്പൊ അതൊക്കെ ഇഷ്ടമായിരുന്നു ഓട്ടിക്കാൻ. ആദ്യത്തിന്റെ ചേസൈ അവിടെ ഒരുപാട് പേര് സെൽഫി എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്, ഒരുപാട് വയലിൽ പിടിച്ചെടുത്തുണ്ട്. നീ വീട്ടിലെത്താൻ ഒരുപാട് ലേറ്റ് ആവും എങ്ങനെയാണെങ്കിൽ? ഇന്ന് കുറെ പേര് സെൽഫി എടുത്താ? ഒരുപാട് പേര് എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ. അതല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ എത്ര മണിക്കൂർ യാത്ര ചെയ്തു സൈക്കിളിൽ? 5 മണിക്കൂറിന് യാത്ര ചെയ്തു. എത്ര കിലോമീറ്റർ ഇങ്ങോട്ടും കൂടി? 5 മണിക്കൂർ സൈക്കിളിൽ. അങ്ങോട്ട് 5 ഇങ്ങോട്ട് 5. 10 മണിക്കൂറിന് യാത്ര ചെയ്താ സൈക്കിളിന്റെ മുകളിൽ? എത്ര കിലോമീറ്റർ യാത്ര ചെയ്തു? 54 കിലോമീറ്റർ 10 മണിക്കൂറിനുള്ളിൽ യാത്ര ചെയ്തിട്ട് വരികയാണ്. ഈ ഉൾഗ്രാമങ്ങളിലൂടെ ഈ ബസ്സൊക്കെ പോണ് കാണാൻ ഭയങ്കര ഭംഗിയായിട്ടാണ്.
അപ്പൊ നമ്മുടെ ആദിത്യ അല്ലേ, ആദിത്യന്റെ യാത്ര വീണ്ടും തുടരുകയാണ്. ഞാൻ എന്റെ യാത്ര തുടരുകയാണ്. അപ്പൊ ആദിത്യ ഒക്കെ പോയി കാണാം. അപ്പൊ ഓൾ ഇന്ത്യ ട്രിപ്പ് പെട്ടെന്നുണ്ടാവൂലേ? മോട്ടർ വെച്ചാ ആരെങ്കിലും സ്പോൺസർ ചെയ്യണല്ലേ? സ്പോൺസർ ചെയ്താ ക്യാഷ് ഇല്ലാത്തവരാണോ പോവാത്തത്? അതെ. മോട്ടറിന് എത്ര വരും? മോട്ടറിന് 9,500. ഒരു 9,500 ഈ ഓൾ ഇന്ത്യ ട്രിപ്പ് പോവും അല്ലേ? ആരിലൊക്കെ സപ്പോർട്ടിനായിട്ട് വരും. അപ്പൊ ആദിത്യന്റെ യാത്ര ആദിത്യ തുടരുന്നു, എന്റെ യാത്ര ഞാൻ തുടരുന്നു. അപ്പൊ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു പേജ് ഒന്ന് എല്ലാവരും ഫോളോ ചെയ്യാം. അപ്പൊ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. ബൈ.